ഇന്ന് ധാരാളം ഈ പ്രണയപ്പക എന്ന് പറയുന്നത് അല്ല വളരെയേറെ യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന ഈ കൊലപാതകങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഈ കാമുകിയെ ചതിച്ചു, അല്ലെങ്കിൽ ആ കാമുകനെ ചതിച്ചു. ഇഷ്ടംപോലെ മേഡേഴ്സ് നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും വളരെ റയറായിട്ട് ഈ മംഗളം, മനോരമ തുടങ്ങിയ ആഴ്ചപ്പതിപ്പുകളിൽ മാത്രമേ ഇങ്ങനെ ഒരു കൊലപാതകം എവിടെയെങ്കിലും കട്ടപ്പനയിലോ അല്ലെങ്കിൽ കാസർഗോഡോ ഇടുക്കിയിലോ എവിടെയൊക്കെ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ കാണുള്ളൂ. അപ്പൊ പിന്നെ ഈ പ്രേമനൈരാശ്യം കൊണ്ട് അല്ലെങ്കിൽ പ്രേമപ്പക അല്ലെങ്കിൽ പ്രണയപ്പക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മേഡേഴ്സ് നമ്മൾ റീസെന്റ് ആയിട്ട് തന്നെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പെൺകുട്ടിനെ ഉത്സവത്തിന്റെ അവിടെ വെച്ചിട്ട് ഒരുത്തൻ ബൈക്കിൽ കൊണ്ടുപോയി രാത്രി 2 മണിക്ക് വെട്ടിക്കൊന്നു. പിന്നെ അതിന് മുമ്പ് എന്താ പറയാ പെട്രോൾ ഒഴിച്ച് കൊന്നു. ഒരുത്തൻ തോക്കുമായിട്ട് ഒരു ദന്ത ഡോക്ടറിനെ ഒളിഞ്ഞ് താമസിച്ചിട്ട് ആളെ അറ്റാക്ക് ചെയ്തു. ഇഷ്ടം പോലെ ഒരു പോലീസുകാരൻ ഒരു വനിതാ പോലീസിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഇഷ്ടംപോലെ ഈ പ്രണയ നൈരാശ്യം കൊണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കണം. പക്ഷെ ഒക്കെ ഞാൻ പറഞ്ഞു വന്നത് ഒരു 2000-ന് ശേഷം അല്ലെങ്കിൽ 2010-ന് ശേഷം, അതായത് ഈ മൊബൈൽ ഫോണ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ യുഗം അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങള് ഇതൊക്കെയാണ്. പക്ഷെ 80-90 കാലഘട്ടങ്ങളിൽ അധികം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ജസ്റ്റ് ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് മെയിനായിട്ട് ഈ അമ്പലത്തിലെ പരിസരങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും പ്രണയം ആരംഭിക്കുന്നത് മിക്കവാറും. മറ്റും ഇല്ല എന്നല്ല, എന്നാലും മിക്കവാറും ഒരു പ്രണയം ആരംഭിക്കുന്നത് ഒരു അമ്പലങ്ങളുടെ പരിസരങ്ങളിലായിരിക്കും. അന്ന് ഈ പ്രണയത്തിനൊക്കെ ഒരു നൈർമല്യത അല്ലെങ്കിൽ ഒരു പരിശുദ്ധതയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഈ പ്രണയം മുട്ടിടുന്നത് ഒരു അമ്പലത്തിന്റെ പരിസരങ്ങളായിരിക്കും. അവിടെ ധാരാളം ആ പരിസരം തന്നെ ഒരു എന്താ പറയാ പ്രണയത്തിന്റെ ഒരു വൈബുള്ള ഒരു ഏരിയ ആയിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിള്, ഒരു അമ്പലം, അതുപോലെ തന്നെ അമ്പലക്കുളം ഉണ്ടാവും, പിന്നെ അവിടെ ഒരു ആൽത്തറ ഉണ്ടാവും. അപ്പോ ഒരു വലിയ ഒരു വിജനത അനുഭവിക്കുന്ന ഒരു സ്ഥലമായിരിക്കും. അപ്പോ ഈ നായിക വരിക, അതായത് പട്ടുപാവാട, പട്ടു ജാക്കറ്റ്, അതുപോലെ തന്നെ ചന്ദനക്കുറി, അങ്ങനെ കയറി അല്ലെങ്കിൽ ധാവണി, ഒരു നമ്മളെ സിനിമയിലേക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രണയത്തിന്റെ ഒരു പരിശുദ്ധത. നായകൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ എന്ന് പറയുന്നത് മുണ്ടും ഷർട്ടും കസവും മുണ്ടൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ശരിയായ ഒരു കാമുകൻ നിൽക്കുന്ന പോലെ അവളെ കാത്തു നിൽക്കുക. അവിടെ നിന്നൊക്കെ ആയിരിക്കും ഈ പ്രണയം മുട്ടിടുന്നത്. പിന്നെ ആ പ്രണയം അങ്ങനെ തളിരിട്ട് ഏറ്റവും അവസാനം ചിലപ്പോ പ്രണയത്തിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയാലോ. മിക്കവാറും പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാമുകിക്ക് എന്ന് പറയുന്നത് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും മറ്റവന് ജോലിയൊന്നും ആയിട്ടുണ്ടാവില്ല. പണ്ട് 80-90കളിൽ മെയിനായിട്ട് ഉള്ളത് എന്താണ്? തൊഴിലില്ലായ്മയാണ്, ദാരിദ്ര്യം. നല്ല ഗവൺമെന്റ് ജോലിക്കാരൻ, അല്ല ദുബായിക്കാരനായിരിക്കും പെണ്ണിന് വന്നിട്ടുണ്ടാകുക. അപ്പോൾ ഈ കാമുകി പ്രണയം അവസാനിപ്പിക്കുന്നതും ഈ കാമുകനോട് ഈ അമ്പലത്തിന്റെ പരിസരങ്ങളിലൊക്കെ ആയിരിക്കും. അങ്ങനെ കാമുകന്റെ അടുത്ത് പ്രണയം അവസാനിപ്പിക്കുന്നതും ഈ അമ്പലത്തിന്റെ പരിസരത്ത് വെച്ചായിരിക്കും. അങ്ങനെ എനിക്ക് പുതിയ വിവാഹാലോചന വന്നു, ഏട്ടൻ എന്നെ മറക്കണം, നമുക്കിനി അടുത്ത ജന്മത്ത് കാണാം, ഏട്ടൻ വേറെ എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിനെ കിട്ടും എന്നുള്ള ആ ഡയലോഗൊക്കെ അടിച്ച് കാമുകനായിട്ട് പിരിഞ്ഞിട്ട് അങ്ങനെ പോവും. കാമുകൻ പിന്നെ അവളുടെ കല്യാണ ദിവസം ചിലപ്പോ ഈ കിരീടത്തില് മോഹൻലാല് കണ്ട ആ പരിസരത്ത് നിന്നിട്ട് അതുപോലെയുള്ളതും കരച്ചിലും. പിന്നീട് ഈ പ്രേമനൈരാശ്യം കൊണ്ട് താടി വളർത്തുക മെയിനായിട്ട്, അതുപോലെ തന്നെ പുകവലി, മദ്യപാനം, ഇതിലേക്കാണ് അവസാനം ആശ്രയിക്കുക. ഒരിക്കലും പ്രണയിച്ച കാമുകിയെ കൊല്ലുക എന്നുള്ളത് അവന്റെ മനസ്സിലേ അത് വരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ, 80-90 കാലഘട്ടത്തിൽ. ഇപ്പോൾ ഇത് വീഡിയോ കാണുന്ന 80-90 കിഡ്സിനൊക്കെ ഒരിക്കലും അവർക്ക് കൊലപാതകം ചെയ്യണമെന്ന് പറഞ്ഞ ഇപ്പോൾ ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ടാവും അല്ലേ.
പക്ഷെ ഇപ്പോൾ ഉള്ള 2000 ശേഷമുള്ള ഇപ്പോൾ 2K അല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിലെ മൊബൈൽ വളരെ ഇതായതിനു ശേഷമുള്ള പ്രണയങ്ങളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രണയം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവളെ വധിക്കുക എന്നാണ് മെയിൻ ഇതായത്. റീസെന്റ് ആയിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും അതാണ്. അതായത് മറ്റേ എല്ലാം മൊബൈലിലൂടെ തന്നെ ഇതാകുക. ആ ഒരു പഴയ പരിശുദ്ധ ആ നൈർമല്യം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. നമുക്ക് കിട്ടാത്തത് വേറൊരാൾക്കും കിട്ടരുത്. പിന്നെ മറ്റേ ലഹരി ഉപയോഗിക്കുന്നത് അവിടെ സിഗരറ്റും ബീഡിയും മറ്റേ മദ്യപാനവും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കഞ്ചാവും MDMA-യും മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രണയിക്കുന്ന സമയത്ത് അപ്പം ഒരു എന്താ പറയുക ആഷ് ബുഷ് പ്രണയവും അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് പ്രണയവും അത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അയാളെയും അവസാനിപ്പിക്കുക. ഇനി എനിക്ക് കിട്ടാത്തത് വേറൊരാൾക്കും കിട്ടണ്ടെന്നുള്ള ഒരു സെൽഫിഷ്നെസ്സിലായിട്ട് ഇക്കാലത്തെ പ്രണയം മാറി. ഇപ്പോൾ റീസെൻ്റായി നടന്ന കൊലപാതകങ്ങൾ, ഇപ്പോൾ ഒരു കുട്ടി ബാംഗ്ലൂർക്ക് പോയില്ലേ, പ്രണയം അവസാനിപ്പിച്ചിട്ട് മറ്റവനെ സംശയരോഗമായി. റീസെൻ്റായിട്ട് നടന്ന കൊലപാതകം. പിന്നെ ഒരു ടിക്ടോക്ക് താരം എന്താ പറയുക ഡെന്റിസ്റ്റ്, അയാൾ ഒരു തോക്ക് ആയിട്ട് ഒരു 2 ദിവസം മുമ്പ് തന്നെ അവള് ഇരിക്കുന്ന ഹോസ്റ്റലിൻ്റെ അപ്പുറത്ത് വന്ന് താമസിക്കുകയും പിന്നീട് വന്ന് അവളിനെ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് തോക്കുകൊണ്ട്. പിന്നെ അങ്ങനെയുള്ളത്. പിന്നെ ഒരു പോലീസുകാരൻ സഹപ്രവർത്തക പെട്രോൾ ഒഴിച്ച് കത്തിച്ചു അല്ലേ. ഇഷ്ടം പോലെ റീസെൻ്റായിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് എന്താ പറയുക പ്രേമം നിഷേധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ കയറി വെട്ടുക. അവളുടെ അമ്മയും അച്ഛനും മുത്തശ്ശനെയും ഒക്കെ വെട്ടിയ ചരിത്രങ്ങൾ ഉണ്ട്. ഇതൊക്കെ ആധുനിക പ്രണയത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പറഞ്ഞു വന്നത് ഇതാണ്. അതായത് ഈ 80-90കളിൽ ഒരു പ്രണയം പറഞ്ഞ ഒരു 99% ആരംഭിക്കുന്നത് ഈ അമ്പലങ്ങളുടെ പരിസരങ്ങളുമാണെന്നാണ് പറഞ്ഞു വന്നത്. മറ്റേ ആധുനിക പ്രണയം എന്ന് പറയുന്നത് ലുലു മാൾ പ്രണയം, അല്ലെങ്കിൽ വാട്സപ്പ് പ്രണയം, മെസ്സഞ്ചർ പ്രണയം, ഫേസ്ബുക്ക് പ്രണയം, ഇൻസ്റ്റ പ്രണയം, അങ്ങനെയൊക്കെയുള്ള ഫാസ്റ്റ് ആയൊരു പ്രണയം. അത് ആരെങ്കിലും ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വേറൊരു ടോപ്പിക്കുമായിട്ട്. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.